കാണുമ്പോൾ വർണ്ണശോഭമാവട്ടെ ഈ ഒരു ഓണവും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണക്കൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പുതിയ ഐറ്റവും പുതിയ അതിഥികളുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ജീവ ആൻഡ് അപർണ. അടിപൊളിയായിട്ടുണ്ടല്ലോ. സുന്ദരനും സുന്ദരിയും. ഹലോ വസന്തി. വസന്തി ആദ്യമായിട്ട് കാണുന്നല്ലേ? അതെ അതെ. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അതെ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാ ചേച്ചിയുടെ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇത് തന്നെ ഇവിടെ വരുന്ന അടുക്കള പണി ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അതൊക്കെ തന്നെ. വീട്ടിലോ ചെയ്യുന്നില്ല, എവിടെയെങ്കിലും വീട്ടിൽ അത്യാവശ്യം പണിയൊക്കെ എടുക്കും. എങ്ങനെ എന്താണ്? ഞാനും ശരി, മൂഡ് വരണം. അത് ചിലർത്ര ഇഷ്ടം, എല്ലാവർക്കും ചെയ്യണം എന്ന്. ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. ജീവയോ? ജീവ ചായ പോലും ഉണ്ടാക്കി തരില്ലേ? എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാ. എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പൊ ഇതൊക്കെ വേണം ഞാൻ അരിഞ്ഞു വെച്ചുതരാം. അതായത് ഇവിടെ ആക്ച്വലി സേഫാ. നമ്മളിപ്പോ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സാധനം കുക്ക് ചെയ്യാന്ന് വിചാരിക്കേ, അതിന്റെ ഐറ്റങ്ങൾ ഫുള്ള് ഞാൻ അരിഞ്ഞ് എല്ലാം കറക്റ്റ് ആയിട്ട് പാത്രത്തിലാക്കി അവിടുന്ന് ആ പാത്രം കഴിഞ്ഞ് പാത്രം കൊടുക്കും. എന്നിട്ട് ആ കുക്ക് ചെയ്ത ആ പാത്രം എടുത്ത് പാത്രം മോഡൽ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കുക്കിംഗ് വെച്ച് ബാക്കിയെല്ലാം ചെയ്യും. അതാണ് ബുദ്ധിമുട്ടുള്ള പണി. ഇത് നമുക്ക് ജസ്റ്റ് ഇളക്കലല്ലേ ഉള്ളൂ. എനിക്ക് ക്ലീനിങ് ഇഷ്ടം. ക്ലീനിങ് എനിക്ക് എല്ലാം ഒതുങ്ങിയിരിക്കാനും വൃത്തിയായിരിക്കുന്നതാണ് ഇഷ്ടം. അതാണ് ഞാൻ ചെയ്യും. ഞാൻ ഭയങ്കര OCD പ്രശ്നമാണ്. അല്ല, ഭയങ്കര അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര വൃത്തിയാ. കൂട്ടുകാരെല്ലാം കൂടെ കൂടുമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ 7 മണിക്ക് കൂടുതലുണ്ടെങ്കിൽ ഞാൻ 8-9 മണിയാവും. അപ്പൊ ആ സമയത്ത് പിന്നെ ഫുഡ് ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒതുക്കി മധ്യ ഗ്ലാസ് ആയിരിക്കും. സിമ്പിൾ. അപ്പൊ അതൊക്കെ ഒതുക്കി വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നീറ്റ് ആയിരിക്കണം. അങ്ങനെ സെർവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. കറക്റ്റ് ആയിട്ട് സെർവ് ചെയ്യും. ഇത് കാണുന്ന ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും. എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണേ? ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് ജീവയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണത്. എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യയിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്ന അല്ല ഇഞ്ചിപ്പുളി. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അല്ല, ഏരീസ് ആണോ? നമ്മൾ ഏകദേശം അടുത്തടുത്താന്ന് തോന്നുന്നു. ഏപ്രിലാണോ? മാർച്ച്. നമ്മൾ അടുത്തടുത്താ. അല്ല, ഞാൻ മെയ്യാ. ആണോ? മാസത്തിൽ നമ്മൾ വല്ലാണ്ട് ദൂരെയാ. ശരിക്കും ബാക്കി ബൈബിൾ നമ്മൾ കുറച്ച് അടുത്താന്ന് തോന്നുന്നു. പുളിയും നമ്മള് പിന്നെ ഇലയെ കൊണ്ട് പുളിയും വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ അതിങ്ങനെ തൊട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇന്ന് ജീവയ്ക്ക് ഇഷ്ടമുള്ള എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഇഞ്ചിപ്പുളി. ഇത് ഇങ്ങനെ പരിപാടിക്ക് വരുമ്പം ഭർത്താവിന്റെ ഇഷ്ടം. അതെ, അതാണല്ലോ പ്രയോറിറ്റി. നമ്മളെപ്പോഴും TV സ്ക്രീനിന് മുമ്പ് നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം. അടിക്കോ? എന്ത് നമ്മള് ഓണത്തിൽ മാറുന്നു. ഡൊമസ്റ്റിക് വയലൻസ് ഇല്ല. ഡൊമസ്റ്റിക് വയലൻസ് ഇല്ല. ചീത്തവിളി ഉണ്ട്. ചീത്തവിളി അങ്ങനെയല്ല, എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ട്. ഓവറായിട്ടൊന്നും ഇല്ല. മഴക്കടലൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കും. ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? അതൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്തിരുന്നുണ്ടോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മാത്രം ഞാൻ കുക്ക് ചെയ്യും. അതുണ്ടല്ലേ? ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഞങ്ങളെ നല്ല പുളിഞ്ചി ഞങ്ങൾ ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഞാൻ തറവാട്ടിൽ നിന്ന് മാത്തൻ പാത്രം തരൂ. എവിടെ പാത്രം തരിക? ജീവയുടെ ഇപ്പൊ ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഒരു പാട്ടൊക്കെ, ഒരു വൈബ്. നമുക്ക് ഡാൻസ് കളിക്കണം കേട്ടോ ലാസ്റ്റ്. സ്റ്റെപ്പ് നമ്മളെ പഠിപ്പിക്കും, നമ്മളത് ഫോളോ ചെയ്യും. അപ്പം അങ്ങനെ ഇത് ചൂടായി. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ആദ്യം. ഒരു കുറച്ച് മതിയാവുമല്ലോ ജീവ? നിനക്കറിയാലോ. പിന്നെ ആ പാകത്തിന് ഒഴിക്കുമോളെ. മതി. പുളിയിഞ്ചിക്കല്ലേ? കുറച്ചും കൂടെ ഒരു എക്സ്പെർട്ട് കുക്കിന്റെ ഹെൽപ്പ്. അതെ, ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് കുക്ക് അല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതെന്ത് ഉലുവല്ലേ? പിഞ്ച് മതി, കുറച്ച് മതി. അപ്പൊ ഇത്ര മതിയില്ലേ? എന്നിട്ട് പൊട്ടിക്കോട്ടെ. ഈ വർഷത്തെ ഓണം എന്താണ്? ഈ പ്രാവശ്യത്തെ ഓണം വിശേഷങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാനും അമ്മയും ചേച്ചിയും, എന്റെ ചേച്ചി ദുബായിലാണ്, ചേച്ചി വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഓണം. എല്ലാ വർഷവും ഫാമിലിയുടെ കൂടെയാണോ? ഫാമിലിയുടെ കൂടെയാണ്.
നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. ജനിച്ച വളർന്ന എല്ലാം കോഴിക്കോട്. സൽക്കാരപ്രിയാണ്. ആ അയ്യോ കോഴിക്കോടുകാരങ്ങനെയാണല്ലോ. ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അത് നമ്മള് കാലിക്കറ്റ് ചെല്ലുമ്പം ആരെ കണ്ടാലും മീറ്റ് ചെയ്താലും ഭക്ഷണം കഴിച്ചോ എന്നുള്ളൊരു ചോദ്യം ആദ്യം ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതാ. ഞാനും എന്റെ സ്ഥലത്ത് അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഇത് കറിയുണ്ട്? ഇല്ല, കരിയില്ല. കുറച്ച് പച്ചമുളക് ഇടും. പച്ചമുളക് ഇടാം, കുറച്ച് മതിയല്ലോ. ആവശ്യത്തിന്. നിങ്ങൾ അധികം എരിവൊക്കെ കഴിക്കുന്നവരാണോ? അല്ലല്ല, ഇഞ്ചി വറുത്തരച്ചത്. ഓ, ഒരു കൈ തന്നെ. ഇതെങ്ങനെ അറിയാടാ? എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ ആൾക്കാരുള്ളത് കൊണ്ട്. Oh my God. ഓക്കെ, ഇഞ്ചി വറുത്തരച്ചാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇത് ഫുൾ ഇടുവേ? പുളിയിഞ്ചി അല്ലേ, അപ്പൊ ഇഞ്ചി വേണം. മതി. ഓക്കെ, ഇളക്ക അങ്ങോട്ട് നല്ലോണം ചെയ്യ. നല്ല മണം വരണ്ടേ. ഞാൻ ആദ്യമായിട്ടോ കുക്ക് ചെയ്യുന്നല്ലേ? അതെ, പുളിയിഞ്ചി ആദ്യമായിട്ട് കുക്ക് ചെയ്യാം. ആദ്യം ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓ, ഞാൻ റെഡി. ആദ്യമായിട്ടായതുകൊണ്ടാ. അങ്ങനെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഇത് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. ആ കോൺഫിഡൻസ് അല്ല, കുക്ക് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞേ, ഒരു മൂഡ് വന്ന സ്റ്റെപ്പൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കരിഞ്ഞൊക്കെ പോവാതെ എടുക്കുക, അതൊക്കെ നന്നായിട്ട് അറിയാം. അതൊക്കെ ഞാൻ ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്നൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പറയരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇടാം. മുളക്. ഓക്കെ, ഇത്ര മതിയാവൂല്ലോ. കുറച്ച് എരിവ് മതി. നാളത്തെ കാര്യം ആലോചിക്കണം. അതാണ് നമ്മളെപ്പോഴും നാളേക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഇന്ന് ഇവിടെ കഴിയരുത്. ഓക്കെ, അത് കഴിഞ്ഞ് മഴ പെയ്യുന്നു. അല്ല, പ്രകൃതി പോലും അറിയാണോ? ബ്യൂട്ടിഫുൾ വെതർ. സന്തോഷിക്കാൻ തോന്നുന്നു. മഴ. പുളിവെള്ളം ഇടാം. ഒഴിച്ചോളൂ. അപ്പൊ ഇഞ്ചി ഇട്ടു, പുളി വെള്ളം ഇട്ടു. നെക്സ്റ്റ് എന്താ? ഇനി നമ്മള് ശർക്കരപ്പാനി. പുളി നല്ലോണം തിളക്കണ്ടേ? ആ പുളിയുടെ ആ ഒരു കുത്തു പോണം. അപ്പൊ നല്ലോണം തിളക്കണം. ജീവ കുക്ക് ചെയ്യില്ലാന്ന് പറഞ്ഞില്ലേ? കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? ഓംലെറ്റ്, സണ്ണി സൈഡ് ബുൾസൈ. പിന്നെ ബ്രെഡ് ബട്ടറിൽ വെച്ച് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. ചായ ഇടും, കാപ്പി ഇടും. ഒരാൾക്ക് ജീവിക്കാൻ ബേസിക്. പിന്നെ ഇതേ ആഹാരമായിട്ട് ഞാൻ 360 ദിവസം കഴിക്കും. ഒരു കുഴപ്പം. ചോറ് വെക്കോ? ഇല്ല, അറിയില്ല. ഇപ്പൊ ഇവരില്ല, ഞാൻ വന്നില്ല, അപ്പോഴൊക്കെ അപ്പൊ നമ്മളിങ്ങനെ ഫ്രിഡ്ജിന് ചോറെടുക്കും. ഇല്ല, ഫ്രിഡ്ജിൽ ചോറില്ല. ഫ്രിഡ്ജിൽ ചോറില്ല. അപ്പൊ സ്വിഗ്ഗി ഓർഡർ ചെയ്യും. സ്വിഗ്ഗി ഇല്ല, അന്ന് ബന്ദ്, ഒന്നുമില്ല. അപ്പൊ ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയിലാന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ വീട്ടിലൊന്നും കാണത്തില്ലല്ലോ. അരിയൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ അരി കഴുകും. എന്നിട്ട് ഒരു അരനാഴി അരി അങ്ങോട്ട് എടുത്ത് ഇടും. എത്ര വെള്ളം ഒഴിക്കും? ഒരു 3 കപ്പ് വെള്ളം. അല്ല, അരനാഴി അരിക്ക് എത്ര വെള്ളം വേണം? അങ്ങനെയൊന്നുമില്ല, നമ്മൾ എത്രയും വെള്ളം വെച്ചിട്ട് ഊറ്റാലോ. ലാസ്റ്റ് ഊറ്റിക്കളയാം. എന്താ പറയാ, ഊറ്റാ. ഈ പുളിയിഞ്ചി കുറച്ച് കുറുകിയിരിക്കുന്നല്ലേ നല്ലത്. അതെ. ഉപ്പിട്ടാലോ? ഉപ്പിട്ടില്ല. കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ആരാ പാട്ട് പാടാ? മറ്റേ പാട്ട് പാടാ. നിന്റെ പഞ്ചവർണ്ണ കുളിരെ. വരും, സാധനം വരും, ഐറ്റം വരും. അത് ഞാൻ നേരത്തെ ഒരു റിയാലിറ്റി ഷോ ചെയ്തോണ്ടിരിക്കുക, മ്യൂസിക് റിയാലിറ്റി ഷോ ചെയ്തോണ്ടിരിക്കുക. അവിടെ സുജാത ചേച്ചി ഉണ്ട്, ഷാനിക്കുണ്ട്, ഗോപീഷ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പൊ അവരുടെ മുമ്പ് വെച്ച് ആരോ പറഞ്ഞു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ എത്ര ആൾക്കാരുടെ മുമ്പിൽ നിൽക്കല്ലേ, പാടുന്നില്ലെന്ന് പറയാനും വിട്ടുപോയി ഞാൻ. അപ്പൊ ഞാൻ ആ സാഹസം കാണിച്ചു. അതൊരു 10-18 കണ്ടസ്റ്റൻസ്, അതും എല്ലാവരും പാടുന്ന ആൾക്കാരാണ്. 12 ഗ്രാൻഡ് ജൂറി മെമ്പേഴ്സ് ഉണ്ട്, ഇവരും പാടുന്ന ആൾക്കാരാണ്. പോരാത്തിന് ആ സെറ്റിലുള്ള അത്യാവശ്യം എല്ലാവരും പാടും. ആർട്ടിലെ ചേട്ടന്മാരൊക്കെ സംഗതി കിട്ടിട്ട് പോകും. അപ്പൊ ഇവർ ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കേ ഞാനൊരു പാട്ട് പാടി. ഏതാണ്? ഫ്ലവേഴ്സിന് വേണ്ടി ഞാൻ ആ ഗാനം ആലപിക്കും. ഞാൻ സിമ്പിളിട്ടോട്ടെ. ഇടയ്ക്കിട്ട് ഇളക്കരുതേ. ഇളക്കില്ല, പാടിക്കോ. പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേഞ്ചോരും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ, മുന്നാഴി മുത്തുണ്ട്, മൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം, മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടിപ്പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം, ആരും കാണാം, പുലരികൾ കാണാം, പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ. എന്റെ റൂട്ടീൻ കാറ് കയറുവാണെങ്കിൽ രാവിലെ ഒരു ഭക്തിപ്പാട്ടുണ്ട്. കാനായിലെ കല്യാണ നാളെന്ന് പറഞ്ഞൊരു ഭക്തിപ്പാട്ടുണ്ട്. അതിട്ട് കഴിഞ്ഞിട്ട് ഇത് ആവണി പൊന്നു ഞാൻ എനിക്ക് വയ്യ. നമ്മുടെ നടക്ക് പുളിയിഞ്ചി. നമ്മളിവിടെ പ്രണയം കൈമാറുമ്പോ ഇത് കഴിഞ്ഞിട്ട് LG കൂട്ടുകായ നമ്മൾ ഇടുന്നു.
സെറ്റ്. കടുകുറ കടുവറ കടുകുവറ, Little put Little put കടുക്. Little put കറിവേപ്പില കടുകുറ കടുവറ കടുവറ കടുവറ. നമ്മളിങ്ങനെ അളക്കണം. ഇനി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അല്ല. Sorry. ഇടാം. Okay. ഇടട്ടെ. നമ്മളുടെ ഞാൻ ഓഫ് ചെയ്യാം. നമ്മളുടെ കുക്കിംഗ് സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ തറവാട്ടിൽ നിന്നും ഇല്ലത്തേക്ക് പോകേണ്ട പുളിയിഞ്ചി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതെ. ഇനി എന്റെ തറവാട്ടിൽ നിന്നും ഉള്ള മത്തൻ പായസം റെഡിയാവും. മത്തൻ. അതിനു മുന്നേ നമുക്ക് കുറച്ച് കലാപരിപാടികളുണ്ട്. ഗെയിം സെഗ്മെന്റിലേക്ക് പോവാം. കടക്കാം. ഇതൊരു വലിയ കിടക്കണ്ട. അല്ല, കടക്കാം. കടക്കാം. ഓക്കെ, അത് വേണ്ട. Okay. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഗെയിം. ശരി. യെസ്. നിങ്ങൾ ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നു. അതിലുള്ള ഡയലോഗ് നിങ്ങൾ പറയുന്നു. വെരി സിമ്പിൾ. അപർണയാണ് എടുക്കണമെങ്കിൽ ജീവ അങ്ങോട്ട് കൗണ്ടർ പറയണം. ഇനി ജീവിയാണ് എടുക്കണമെങ്കിൽ അതിനുള്ള കൗണ്ടർ അപർണ ഈ കൊടുക്കണം. ഡയലോഗ്സിന് ഇടയ്ക്ക് എന്തെങ്കിലും കൗണ്ടർ നമുക്ക് എന്തും പറയാം. എന്തും പറയാം. എന്തും Okay. എന്ത് ഓക്കെ. ഓക്കെ, റെഡി. ഓക്കെ, എന്നാ ജീവ അങ്ങോട്ട് എടുത്തോളൂ ഫസ്റ്റ്. ബാക്ക് ബാക്ക് ബാക്കര പാക്കിന്റെ മണ്ടേ ഇതിന്റെ ഇടയിലുണ്ട് ഒടിഞ്ഞു വീഴടാ 2 മാസം കിടക്കടാ റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് കാണിക്കോ ലാലേട്ടന്റെ ലാലേട്ടൻ? അതിമോഹമാണ് മോനെ അതിമോഹം. കൗണ്ടർ അടിക്കണം. എവിടെ കൗണ്ടർ അടിക്കണം? അതാണ് ഗെയിം. അതായത് ഞാനിങ്ങനെ ഡയലോഗ് പറയുമല്ലോ. ഓ, അങ്ങനെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഷിട്ടു ഓരോ പിന്നെ ഡയലോഗ് തിരിച്ച്. ഇപ്പൊ ഞാൻ ഷിട്ടുകൊണ്ട് പറയുവാണെങ്കിൽ തിരിച്ച് അതിനുള്ള മറു കൗണ്ടർ. ഓക്കെ. അതിമോഹമാണ് മോളെ അതിമോഹം. ആർക്കാടാ അതിമോഹം? എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ്സുണ്ടാകുമെന്ന മോഹം. ഓഹോ. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ. എങ്ങോട്ട്? അച്ഛന്റെ കാൽവിരലിൽ നിന്ന് 2 3 നഖം വെട്ടിത്തരാൻ ഞാൻ. എനിക്കൊന്നും വേണ്ട. സ്വന്തം വെച്ചോ. അത് കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ നിനക്ക്. നീ തീർത്തോ നിന്റെ ആശ? 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങട്? എന്തിന്? പുതിയ ആരാ ഇത് ചെയ്തത്? പുതിയ കളികൾ കാണാനും പുതിയ കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും. ഒളിച്ചുകളി. നീ ഇപ്പോ മോളെ ദിനേശികളെ നീ ഏതാ? കൊള്ളാം രണ്ടുപേരും. ഒന്നുമില്ല. അപർണയുടെയാണ്. ഓക്കെ, ഇത് തന്നെ മതി. അത് ഞാൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ കള്ളത്തരം ചെയ്യുന്ന ഒരാളല്ല. അതിലാണ് ഞാൻ സംശയം. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് എവിടെ വെച്ചു? പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. 10 പൈസ നീ നിന്റെ കൈ നിർത്തി കൊടുക്കത്തില്ലെന്ന് എനിക്കറിയാം. 10 വർഷത്തെ അനുഭവത്തിന്റെ പുറത്ത് ഞാൻ പറയുക. മാറ്റി ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞു ചന്തു. നീ ഒറ്റ മോളാ, നിന്റെ കയ്യിലുള്ള ഒരു സാധനം നീ മറ്റവന് കൊടുക്കത്തില്ല. അതെനിക്കറിയാം, അനുഭവമുണ്ട്. എന്നിട്ടാണ് നീ ചുരിക കൊടുക്കുക, അത് മാറ്റ ചുരിക. മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. നീ അതും ചെയ്യും, നീ അതിന്റെ അപ്രോച്ച് ചെയ്യും. നിന്റെ കയ്യിലുള്ള സാധനം നീ കൊടുക്കത്തുമില്ല. നീ ചിലപ്പം അവന്റെ മടിയിൽ ചുരികയും താഴ്ത്തും. നീ ഓടി രക്ഷപ്പെടാ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ള ആള്. കൊടും ചതികൾ പിന്നെ എന്തൊക്കെയോ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ തരാം. ഒരു ലോഡ് തോൽപ്പിക്കാനാവില്ല മക്കളെ. ഞാൻ തോൽക്കണ്ട. അടിപൊളി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ജയിച്ചിരിക്കുന്നു. തോറ്റവർക്കാണ് ഞങ്ങൾ പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഞാൻ പറയാം, ജയിച്ചതുകൊണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട്. ജയിച്ചാലും പണിഷ്മെന്റ് അതെങ്ങനെയാണെന്നറിയോ? ജയിച്ച ഞാനും കൂടെ കൂടണം ആ പണിഷ്മെന്റില്. ഞാൻ പറയാം. അപ്പൊ കൗണ്ടർ പറ. ഞാൻ എടുത്തു ഓൾറെഡി. നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയാലോ. എന്തിനു പോണം? മരം വെട്ടുകാരായിരുന്നു എന്റെ അപ്പൻ. അപ്പന്റെ അപ്പനും കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ അഴുക്ക കുടുംബം ഒറ്റ വെട്ടിന് അയ്യോ എവിടെ പോയി? കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 വയസ്സ്. ചോദിച്ചില്ല. 9 വയസ്സ്. കഴിമരത്തെ എന്റെ അപ്പന്റെ ശവം ഇറക്കി ദാ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ 9 വയസ്സിലോ? കള്ളം. അല്ല 10ാമത്തെ വയസ്സിൽ വാങ്ങിക്കുമ്പോ അന്ന് എന്റെ 10ാമത്തെ പിറന്നാളാ. അന്യം വിയർക്കുന്ന കാശുണ്ട്. അപ്പോ നിന്ന് വീഞ്ഞും കുടിച്ച് നിൽക്കുന്നവരുടെ പളവിളത്തെ കുപ്പായത്തോടെ അന്ന് തീർന്നതാ തിരുമേനി ഈ ബഹുമാനം. അച്ഛൻ മരിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണോ ഈ വീഞ്ഞും അപ്പവും കഴിക്കുന്നത്? ഒരു മകനാണോടോ താൻ? മോളെ പോര്. സോറി, ആള് മാറിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മളുടെ പണിഷ്മെന്റിലേക്ക് പോവാം. പണിഷ്മെന്റാ?
നമ്മളുടെ പണിഷ്മെന്റാ. പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ ആ തേന്മാവിൻ കൊമ്പത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, കാർത്തുമ്പി. മനസ്സിലായില്ല. നിങ്ങൾ ചോദിക്കും. പക്ഷെ എന്റെ പറക്കും തളികയില്ലേ, അതില് ആ ഭാഷ പോലെ നമ്മളൊക്കെ സംസാരിക്കണം. വസന്തിയുടെ ഭാഷ ആൾക്കാർക്ക് മനസ്സിലാവും വേണം. ലാലേട്ടനായിട്ട് ജീവിയും, ശോഭനയായിട്ട് ഞാനും, പപ്പു. അയ്യോ, നേരെ ഓപ്പോസിറ്റ് മതി. നേരെ അതൊക്കെ പറയണോ? ഏത് തനിക്ക് താനാരാണെന്നറിയാൻ പാടില്ല, അതൊക്കെ പറയണോ? താനാരാണെന്ന് തനിക്കറിയാൻ മലയാളം സംസാരിക്കാൻ പാടില്ല, ബസന്തിയുടെ ഭാഷ പറയണം. അതെ. അപ്പൊ ചോദിക്കേ, ഋത്തുകോ ഋത്തുകോ കൊനക്കത്ത ഡെസ്പല ബോ കൊർത്തല്ലേ ബാ ഹമത്ത് ഹൊന്തക്കന ഹമന ഹനത്തക്കോ കേർത്ത് മോലാദാ ഹിക്രത്തക്കോ യാരെ ബൽത്തറോലോ ദേ കത്തക്കോ ചൊക്കത്തക ചോദിക്കാൻ കർത്തുൽ ബർത്തോ ഏ താൽ മർത്തോ ഹന്ത്രഗമ ഹേ കുന്ദക ഹിന്ദഹതോ യെ ബർത്തിൽ കോല സംബല കുർതു മ കൂർത്തിൽ ബർത്തില എടാ അപ്പ ചോദിക്ക് പെണ്ണുങ്ങളാണോ അനാവശ്യം പറഞ്ഞു ചോദിക്ക് ബർത്തിൽ കോന സംബല കൂർത്തില ജമ്പർത്തിച്ചോ ലപ്പ അർദ്ധ അപ്പ ചോദിക്ക് പെണ്ണുങ്ങളാണോ അനാവശ്യം പറയുന്നത്? വേറെ ഇതിൽ ചോദിക്കും. എന്തെങ്കിലും ചോദിക്കും. പെണ്ണുങ്ങളോടാണ് എന്തിലും വരിക എന്തെങ്കിലും ചോദിച്ചു എന്തും പറഞ്ഞു എന്തും പറഞ്ഞു കുടി 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 പഞ്ചാബി കുടി വന്നതാ. അയ്യോ, ഞാനും ഞെട്ടി. എന്റെ വായിലും ചിലപ്പോ ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കണോ? ഇതൊക്കെ ചോദിക്കാൻ താനാരാന്ന് ചോദിക്കണം. അപ്പൊ അത് ചോദിക്കേ. താനാരാണെന്ന് തനിക്കറിയാൻ മേലെ താൻ എന്നോട് ചോദിക്ക്. താനാരാണ് നീ തന്നെ അത് പറഞ്ഞു, എനിക്കത് വരൂല. ട്രൈ ചിഞ്ഞുഞ്ഞിഞ്ഞ് വേണ്ട, ട്രൈ പറ്റും. തസ്കർ ബോൾക്കാറാം തറാമൽ കർത്താ തുറുക്കു തേ തക്കാറോ താനെ തക്കാറോ തീരെ തക്കാറോ നാപ്പത്തില്ല നീ കുർത്തില്ല ഞാൻ കുർത്തേ ഇല്ല ഭർത്ത് കുർത്തു. അപ്പൊ ഞങ്ങള് ജയിച്ചു. ഇനി സ്വന്തം പണിഷ്മെന്റ് എത്ര വേണേലും ഇടാം. അതിന്റെ പായസം കുടിക്കുന്നേ. പണിഷ്മെന്റ് ഇല്ല. അപ്പം എന്റെ പായസത്തിലേക്ക് കിടക്കുവാണ്. ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോണത് മിൽക്കി മിസ്റ്റ് കൗഗി. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും. എന്നിട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് അങ്ങോട്ട് വെക്കണ്ട, ഇങ്ങോട്ട് വെച്ചോ. മത്തൻ നമ്മൾ വേവിച്ചിട്ട് വെച്ചതാണ്. വേവിച്ചു, ഞാൻ സ്മാഷ് ചെയ്ത് വെച്ചു. ഓ, ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡ് കഴിക്കുന്നത് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണോ? പുറത്തൊക്കെ പോയ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. ശർക്കരപ്പാനി ശർക്കര ഒഴിച്ചു കേട്ടോ. ഞാൻ ശർക്കര ഒഴിച്ചു. ഇതേ ഞാൻ അത്ര പാലും ഒഴിക്കും. നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലേ? ഓ, ഇഷ്ടം ആണോ? ട്രാവൽ ചെയ്യുമ്പം ലൈക് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യത്തില്ല. എന്നാൽ എനിക്ക് അറിയാവുന്ന ഡിഷിൽ ജീവ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ല. അതായത് ഇപ്പൊ എത്ര ട്രാവൽ ചെയ്താലും ജീവയ്ക്ക് ജീവയുടെ സ്റ്റേപ്പിൾ ഫുഡുകളുണ്ട്, അതിനപ്പുറം എക്സ്പ്ലോർ ചെയ്യില്ല. പക്ഷെ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. ചുക്കുപൊടി ഇട്ടോളൂ. അല്ല, നിങ്ങൾക്ക് കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഐ മീൻ വേറെ ഏത് സ്ഥലത്താണ്, അവിടുത്തെ ഏത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? എന്റെ പായസം റെഡി ആയിട്ട് ഞാൻ ഓഫ് ചെയ്തു. ബാലി പോയിട്ട് നാസി ഗോറങ്. ബാലിയിലെ ഒരു റൈസിന്റെ ഒരു ഡിഷ്. അത് സീ ഫുഡ് പോയിട്ടില്ല ബാലിയില്. ഞാനിപ്പോ സോളോ കഴിഞ്ഞു. എനിക്ക് സോളോ പോകാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പറഞ്ഞു തരാം. അല്ല, ഞാൻ സോളോ പോയി. ഞാൻ സോളോ പോയി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സോളോ പോയി ആംസ്റ്റർഡാമില്. ഒരാൾ ആംസ്റ്റർഡാമില്, ഒരാൾ സോളോ. രണ്ടുപേരുടെ കഥകൾ എനിക്കത് കേൾക്കണം. അല്ലല്ല, ഞാൻ വളരെ 8 മണിയാകുമ്പോൾ ഞാൻ കടന്നു. നമ്മൾ ഏത് കൺട്രി പോയാലും വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദാറ്റ് കൺട്രി സ്റ്റേസ് ഇൻ ദാറ്റ് കൺട്രി. നമ്മൾ പുറത്തു വന്ന് പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ അവിടെ തന്നെ കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ഒരു സോളോ പ്ലാൻ ചെയ്യണം. തായ്ലാൻഡിലേക്ക് വിട്ടോ? ഒരുമിച്ചാ പോവാറ്. അതാ പ്രശ്നം. സോളോ പൊക്കോളാൻ. പിന്നെ എനിക്ക് സോളോ പറ്റൂല. ഓക്കെ, നമുക്ക് നമ്മുടെ അങ്ങടും ഇങ്ങടും കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആയിക്കോട്ടെ. ജീവയുടെ കൊടുക്കാം.
ഇല്ലത്തേക്ക് തന്നോളാം. ആ മതിയല്ലോ. പുളിയിഞ്ചി കുറച്ച് മതി. പായസം പോലെ അല്ലല്ലോ. നിങ്ങൾ എന്റെ ടേസ്റ്റ് ഇത് കഴിക്ക്. നിങ്ങളത് ഗുഡാ. എന്താ നല്ലതാ? അസലായിരിക്കണോ? കുക്കറി ഷോയുടെ മെയിൻ ആയിട്ടും അത് It's yum. കൊള്ളാം. It's good. പക്ഷെ it's yum. ആ നല്ലതാ. Not bad. എന്തായാലും ജീവയ്ക്ക് വേണ്ടിയിട്ട് വൈഫ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സാധനമാണ്. അപ്പൊ അതൊന്ന് ജീവ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. ഓഹോ. ജീവ It's good. It's നല്ല. good. It's yum. അടിപൊളി. ഒരു Well done, പറയടാ. well done, my boy. Okay, thanks. നമുക്ക് നമ്മൾ ഇങ്ങനെ പറയണം. വാ ഒന്ന് പറയണം. അടിപൊളി. minute. പക്ഷെ മേലാ ജീവിതത്തിൽ ഇനി ഉണ്ടാക്കരുതെന്ന്. ഒരു പ്രാവശ്യം കൂടെ നേരത്തെ കട്ടു. എന്റെ ബസന്തി ചിട്ടുമണിയുടെ പുളിയിഞ്ചിയാണ് പുളിയിഞ്ചി. ജീവിതത്തിൽ ഇതുപോലത്തെ കഴിച്ചിട്ടുണ്ടാവില്ല അത്. ഓക്കെടാ, ഗുഡ് ജോബ്. എന്റെ ചിക്കൻ കറി ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്റെ വക. ഓ നൈസ്. എൽജി നൽകുന്ന LG കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. താങ്ക് യു. LG കായമാണ് കേട്ടോ. LG കായത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഹാപ്പി ഓണം ജീവ, ഹാപ്പി ഓണം അപർണ. ഹാപ്പി ഓണം ടു യു ടു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. എന്റെ കുടുംബമാണല്ലോ ഫ്ലവേഴ്സ്. അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ബസന്തിയെ സിനിമയിൽ കണ്ടിട്ട് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതെ. സോ സ്വീറ്റ്. ഈ വർഷത്തെ ഓണം അടിപൊളി ഓണമാവട്ടെ.